ശ്രീ അനിൽ അക്കരെ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽ അക്കരെ, ഈ ആരോപണം വന്ന് 10-20 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ആരോപണത്തിന് ശേഷം. അതിനുശേഷമാണ് ഇത്. ആദ്യമൊന്നും മുഖ്യമന്ത്രി ഇതിനെ ലാഘവത്തോടെ കണ്ടു, വാർത്താ സമ്മേളനത്തിലും വലിയ കാര്യമേ എടുത്തില്ല. ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അന്വേഷണത്തിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ് ഇതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിനകത്തെ നമ്മളത് കൃത്യമായി നമ്മുടെ സ്റ്റാൻഡ് നേരത്തെ തന്നെ പറഞ്ഞു. കാരണം ഇത് എല്ലാം ഇപ്പൊ നടക്കുന്നത് ഈ കേസുകൾ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഉദാഹരണത്തിന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ADGP തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പരാതിക്കാരായ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതേപോലെ തന്നെ ഇത് മുഖ്യമന്ത്രിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡീലുകളൊക്കെ നടന്നത്. അപ്പൊ ഇപ്പോ ഈ പറയുന്ന ADGP RS മേധാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളെ തന്നെ ഏൽപ്പിക്കും. സ്വാഭാവികമായും വെള്ളപൂശുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഉത്തരവിടുന്ന അന്വേഷണങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ജുഡീഷ്യൽ അന്വേഷണമാണ് CPM BJP ബാന്ധവുമായി ബന്ധപ്പെട്ട തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടും ഈ കേസുകൾ കരുവന്നൂർ ലൈഫ് മിഷൻ എക്സാലോജിക് കേസുകളൊക്കെ അട്ടിമറിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ഇതിനകത്ത് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിടുന്ന അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിടുന്നതിനൊന്നൊരു വിശ്വാസമില്ല. ജുഡീഷ്യൽ എൻക്വയറി വന്നാൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് തെളിവുകൾ കൊടുക്കാനും ഒരു വിശ്വാസയോഗ്യമായി മൂവ് ചെയ്യാനും കഴിയുള്ളൂ. ഇവിടെ ഇപ്പോൾ DGPയോടാണ് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് സർക്കാർ. അതല്ല ഞങ്ങൾ പറഞ്ഞത്. ഇതിന്റെ അകത്ത് പ്രതി എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. DGP തയ്യാറാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. മുഖ്യമന്ത്രി അത് സ്ക്രൂട്ടനൈസ് ചെയ്യാണ്. ഞങ്ങളുടെ ആരോപണം പറഞ്ഞ് മനസ്സിലായില്ലേ? ഞങ്ങളുടെ ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഈ കേസിലെ പ്രതി. മുഖ്യമന്ത്രിക്കെതിരായ അന്വേഷണം മുഖ്യമന്ത്രി ഉത്തരവിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയങ്ങളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ശരി അനിൽ അക്കരെ, അതാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ